മാമിക്ക് തരാവോ? മാമിച്ച് തരാവോ? തരാവോ? താ. വേണ്ട. മാമിച്ച് താ. മാമിച്ച് താ. എന്റെ അവിടെ കള്ള ഓർക്കുന്നേ. കള്ളോ കള്ളോ. എടുക്കട്ടെ. മാമിച്ച് താ. മാമിച്ച് ഒരെണ്ണം താടി. താങ്ക് യു. കള്ളച്ചെക്കനാ, കള്ളച്ചെക്കൻ. ഇങ്ങോട്ട് വാ. ഇത് രാമന്റെ ഞാൻ ഇവരെ തിന്നുവായി. രാമന്റെ കുട്ടിക്ക് കിട്ടി. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. ബാക്കി ചില്ലറൊക്കെ പുളിമുട്ടായി. കുറച്ച് ദിവസമായി പുളിമുട്ടായി തിന്നിട്ട്. ഇതും വാങ്ങിക്കേട്ടോ. എന്താണ് വിശേഷം? മഴയാണ് പ്രിയങ്ങളെ, നല്ല മഴയാണ്. ഇന്നലെയൊക്കെ ഭയങ്കര ഇടിമുഴക്കമുണ്ടായിരുന്നു. ഇന്ന് ഇടിമുഴക്കമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മഴ ഉണ്ടായിരുന്നു. ചാറ്റമഴ, ചന്നം പിന്നെ മഴയില്ലാതായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നമ്മുടെ യൂട്യൂബിലെ ID വെച്ച് ഞാൻ നോക്കിയിട്ട് ആതിര എന്നാണ് പേര്. അല്ലാതെ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയി. ഓർമ്മ അങ്ങനെ കണ്ടു, കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് കണ്ടെന്നും പറഞ്ഞ്. അപ്പം വന്ന് കണ്ട് സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം അറിയിക്കുവാണ്, സ്നേഹം അറിയിക്കുവാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെയും ലോങ് വീഡിയോയുടെയും ഒക്കെ കമന്റുകളിൽ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുത്തിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. എനിക്കറിയാം നമ്മുടെ നാട്ടിൻ പുറത്തെ ജീവിതമൊന്നും അല്ല. വേറൊരു നഗരത്തിലേക്ക്, അതും പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള ഒരു സിറ്റിയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തീർത്തും അവിടുത്തെ കൾച്ചറൊന്നും നമുക്ക് ദഹിക്കത്തില്ല. അതൊക്കെ നമ്മൾ യാത്രകളൊന്നും ചെയ്തിട്ടില്ല, ലോകപരിചയം കുറവാണെങ്കിലും കേട്ട് അറിവുണ്ട്. അപ്പം കുറേ പ്രിയങ്ങളൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ അല്ലാതെ വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചവരുമുണ്ട്. എവിടെ പോയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി തെറ്റാൻ തീരുമാനിച്ചിരിക്കുന്നവരെന്നായാലും വഴി തെറ്റിയിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കളെ പഠിക്കാൻ വിടുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് അവന്റെ ഭാവിയെപ്പറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തയുള്ളത്, അവനും ആഗ്രഹിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവന് BA ശേഷം MCA എടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അവനൊരു ജോലി ശരിയായാൽ അവൻ എന്നെ ബുദ്ധിമുട്ടിക്കാതെ അത് പഠിച്ചെടുക്കാനും പറ്റും. അപ്പം ആ ഒരു ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ വിട്ട് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. അല്ലാതെ ഈ പറയുന്ന പോലെ കോഴ്സ് ഫീസും മെസ് ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്താൽ എനിക്ക് താങ്ങാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ തന്നെ ഞാൻ അതിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞു. എങ്ങനെയായാലും ദൈവം നടത്തുമെന്നുള്ളൊരു വിശ്വാസത്തോടെ അതിലേക്ക് ഞാൻ ഇറങ്ങിയതാണ്. അപ്പം അത് ഒരു ഭാഗം. മറുഭാഗം നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമെന്നുള്ള രീതി അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുതെന്ന് മനസ്സുരുകി എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയങ്ങൾ ഒരുപാട് പേരുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ കൊണ്ട് അവനൊരു കുഴപ്പമില്ലാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെന്താ, ഞാനിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം അവനെ വിളിച്ച് ശല്യം ചെയ്യുമല്ലോ. അതുകൊണ്ട് എന്നെ മറക്കുമ്പോഴല്ലേ, ഒരു വീട്ടിലുള്ളവരെ മറന്നു കഴിഞ്ഞാൽ അവരവരുടെ ലോകത്തേക്ക് പോവുമായിരിക്കും.
അങ്ങനെ മറക്കാൻ നമ്മൾ ചാൻസ് കൊടുക്കാതിരിക്കാൻ നോക്കാം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾ അതൊക്കെ പറയുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും കേട്ടോ. കൈവിട്ട് പോകുമോ എന്നുള്ള ചിന്ത എന്നെ അലട്ടാൻ തുടങ്ങും. അതുകൊണ്ട് എൻ്റെ പ്രിയങ്ങൾ, എന്നോട് സ്നേഹമുള്ളവർ, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടാവരുത്. ഇങ്ങനെയുള്ള മോശം കൂട്ടുകെട്ടുകളിലൊന്നും അകപ്പെട്ടു പോകാതിരിക്കാൻ ഉള്ള ആത്മധൈര്യം എൻ്റെ മുത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് അത്രയും വിശ്വാസയോഗ്യമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ അവനെ താമസിക്കാൻ ഏൽപ്പിക്കുന്നത്. 2 വർഷം ആ കുട്ടി അവിടെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ലാസ്റ്റ് ഇയർ ആകുമ്പോൾ അപ്പു കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങും. ആ 1 വർഷമേ ഉള്ളൂ അവൻ തനിച്ചായി പോകുന്നത്. അത് അപ്പു അടുത്തില്ലാത്തത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ മുത്തിനെ വിടുന്നത് കേട്ടോ. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും ഒക്കെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങളായിട്ട് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് കേട്ടോ. ഒക്കത്തിനും സന്തോഷം, സ്നേഹം. നമ്മുടെ വീട്ടിലുള്ളവരല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവര് പറയണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെ ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങളിൽ പലരും ദൂരങ്ങളിലിരുന്ന് ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. ഞാൻ നിങ്ങളിൽ പലരെയും നേരിട്ട് കണ്ടിട്ടില്ല. അത്രയും സ്നേഹത്തോടെ കമന്റ് ഇടുന്ന പലരെയും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾ തരുന്ന ആ സ്നേഹത്തിന് ഒരുപാട് വിലയുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാല് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മുത്ത് പാസ്സായി അവന്റെ റിസൾട്ടിനെ പറ്റി ചോദിക്കാൻ, അല്ലെ അവന്റെ റിസൾട്ടിന് ശേഷം അവനെ ഇനി എന്ത് പഠിപ്പിക്കാനാ, അവനെ പഠിപ്പിക്കാൻ നിനക്ക് പറ്റുമോ, നിനക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അവരൊന്നും ഇന്ന് വരെ എന്നോട് ഇത് ചോദിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയാണ് ഇന്നും ഞാൻ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റിന് അക്ഷയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു അഫിഡവിറ്റ് അതിനകത്ത് സബ്മിറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ അത് റിജക്റ്റ് ആയി. ഇന്നും ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ടാ ജോലിക്ക് പോയത്. എന്റെ അലച്ചിലോ കഷ്ടപ്പാടോ ഈ പകൽ മുഴുവൻ ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസത്തിൽ ഇരിക്കുന്നവരുണ്ട് എനിക്ക് ചുറ്റും. അപ്പം അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോട്ടം വന്നാൽ അതിങ്ങനെ വലിയ വിഷയമാക്കി പറഞ്ഞ് അങ്ങനെ അവള് രക്ഷപ്പെടത്തില്ല, അവളെ അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കാൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് അതിനകത്ത് സങ്കടമില്ല. ഞാൻ അതൊക്കെ ശീലിച്ചു. ആ സ്ഥാനത്താണ് നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞു തരുന്നു. അതൊക്കെ എന്തൊരു വലിയ അനുഗ്രഹമാണ് എൻ്റെ പ്രിയങ്ങളെ. ഒക്കത്തിനും സന്തോഷം കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ ഓരോ കാര്യങ്ങൾക്കും പ്രതികരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതികരണമില്ല. കാരണം എന്റെ കണ്ണുനീരിന്റെ എണ്ണം എടുക്കുന്ന ഒരു ഈശ്വരനുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ പ്രിയങ്ങളോട് എപ്പോഴും പറയാറില്ല എന്റെ ഈ കൈക്ക് ബലമില്ല. ആ ബലമില്ലാത്ത കൈകൾ കൊണ്ട് വലിയൊരു ഭാരം ഞാനിപ്പോ എടുത്ത് എന്റെ തോളിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതെനിക്ക് താങ്ങാൻ കരുത്ത് നൽകുന്നത് ഈശ്വരനാണ്, അല്ലാതെ ഈ ചുറ്റും നിൽക്കുന്ന ഒരു വ്യക്തികൾ പോലും അല്ല. ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചാലോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിട്ടോ എന്റെ മക്കൾക്ക് വേണ്ടിട്ടോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാലോ എന്ന് പേടിച്ചകന്ന് നിൽക്കുന്നവർ വരെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മളെ താങ്ങാൻ ഈശ്വരനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ചെറിയ സംഭവം പറയട്ടോ. ഞാൻ മുത്തിന്റെ കോഴ്സിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള കോളേജിൽ എവിടെയെങ്കിലും ഒക്കെ അന്വേഷിച്ച സമയത്ത് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് അതിനെപ്പറ്റി അറിയാവുന്ന ഒരു വ്യക്തി എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പം അതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ വ്യക്തിയെ വിളിച്ച സമയത്ത് അവിടെ നിന്നുള്ള പ്രതികരണം ഒരൊറ്റ മിനിറ്റിൽ എനിക്ക് മനസ്സിലായി അവർക്കത് ബുദ്ധിമുട്ടായി. ഞാൻ ഒരിക്കലും ഒരു സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ എന്റെ മോൻ അഡ്മിഷൻ റെഡിയാക്കണമോ ഒന്നും അല്ല പറഞ്ഞത് കേട്ടോ. എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്, ഇന്ന പോലെ ഇന്ന പോലെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വ്യക്തിയെ വിളിച്ചത്. അപ്പം അവിടെ നിന്നുള്ള പ്രതികരണം അങ്ങനെയല്ലായിരുന്നു കേട്ടോ. അതോടെ ഞാൻ ആ അധ്യായം അടച്ചു. ഇനി അത് അവരുടെ ജോലിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്, അതൊക്കെ കൊണ്ടായിരിക്കാം. എന്നാൽ തന്നെ എനിക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് വിഷമം ഉണ്ടാക്കി. അന്നേരം ഞാൻ ഓർത്തു, നമ്മളെ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് അറിവുള്ളവരോട് ചോദിക്കുമ്പോൾ പോലും ഈ ഒരു മനോഭാവമാണ്, എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യേണ്ടി വന്ന തലവേദനയാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഒരു സ്ഥാനത്ത് ഈശ്വരന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, ദൈവം നമ്മളെ വഴി നടത്തും. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം.
അപ്പൊ ഇന്നത്തെ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാട്ടോ. മുത്തിനെ മോനിക്കുട്ടനെ ട്യൂഷൻ പോയേക്കുന്നു. വിളിക്കാൻ വേണ്ടിട്ട് മുത്ത് അങ്ങോട്ട് പോയേക്കും കേട്ടോ. അപ്പൊ അവർക്ക് ഇന്ന് രാത്രിയിലത്തേക്ക് ചപ്പാത്തി വല്ലതും ഉണ്ടാക്കണം. ചോറിരിപ്പുണ്ട്, പക്ഷെ കറികളൊന്നുമില്ല. എന്തെങ്കിലും ആക്കണമെന്ന് വിചാരമുണ്ട്, നോക്കട്ടെ. അപ്പം കുളി കഴിഞ്ഞ് തലയ്ക്ക് വെളിവ് വീഴുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധം വരത്തുള്ളൂ. അതുകൊണ്ടാട്ടോ. അപ്പം ഇപ്പൊ വരാം. കുളിച്ചില്ലേ അപ്പം മോനു? പിന്നെ എന്തിനാ അതെടുത്തിട്ട്? ഗ്ലാസ് എന്ത് ചെയ്യുന്നു? ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയ ഗ്ലാസ് എന്ത് ചെയ്യണ്ടേ? എന്തിനാ കൊണ്ടുപോയ ഗ്ലാസ്? എന്തോ ചെയ്യാനാ? എക്സ്പെരിമെന്റ്. അങ്ങനല്ലല്ലോ പറഞ്ഞത്. അത് ചക്ക തിന്നെ കടയിൽ വെച്ച്. എന്നാ സോക്സ് മേടിച്ചില്ല എന്ന് പറഞ്ഞ് കരച്ചില്ല. സോക്സ് മേടിച്ചു. ഷൂ മേടിക്കാൻ പോ. 3 എണ്ണത്തിന്റെ പാക്കറ്റാ 150 രൂപ. ഒരു പാക്കറ്റ് വെച്ചേര്. കപ്പലണ്ടി ഇട്ട് വെക്കാൻ കുപ്പിയും കൊണ്ട് വന്നത്. ചോറുണ്ടാൻ ഒരു ഒഴിച്ചുകൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ അരിഞ്ഞ അടുപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. അത് പൈനാപ്പിള് ചെത്തി കഴുകി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചേക്കും കേട്ടോ. 2 ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴക്കട്ടെ. ചപ്പാത്തിക്ക് ഇക്കിമിണി ചിക്കൻ ചാറിരിക്കും, കഷ്ണമൊന്നുമില്ല. അത് കൂട്ടി അങ്ങോട്ട് കഴിക്കണം. വേറെ ഒന്നും വെക്കുന്നില്ല കേട്ടോ, കറിയൊന്നും വെക്കുന്നില്ല. ചോറുള്ള കറികൾ മാത്രമേ വെക്കുന്നുള്ളൂ. അതായത് നമ്മുടെ പൈനാപ്പിൾ കറി. പൈനാപ്പിൾ വേവുമ്പോഴത്തേക്ക് ഇച്ചിരി അരച്ചെടുക്കണം. ഞാന് പറഞ്ഞില്ല, ഏത് കറിയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നല്ലതാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതാണ് നിങ്ങൾക്ക് എളുപ്പം. ലോങ് വീഡിയോ കാണാൻ എല്ലാവർക്കും മടിയല്ലയോ? ഇന്നലെ സുജേച്ചി എന്തിനാ വിളിച്ചതെന്നറിയാം. ഇന്നലെ സുജേച്ചി എന്റെ ലോങ് വീഡിയോ കണ്ട് ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാൻ വേണ്ടിട്ട് ആ വീഡിയോ ഒരു 100 തവണ സ്ലോയിലും സ്പീഡിലും ഒക്കെ ഇട്ട് കണ്ട്, എന്നിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ. ഓറിയോ കലക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കേക്ക് ഉണ്ടാക്കുന്നതാണ് കണ്ടത്. കേക്ക് റെഡി ആയിട്ടിരിക്കുന്ന കാണിക്കുന്നത്. സുജേച്ചി അവിടെ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ മൊത്തവും അരിച്ചു പെറുക്കി, പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് കേട്ടോ. അതിന് മാളും കൊച്ചുമാളും കൂടെ പറഞ്ഞ അമ്മ അത് കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങി കാണും, അതുകൊണ്ടാണ്. അതിനെന്നെ വിളിച്ച് ചോദിക്കും, ഇത് എങ്ങനെ ഉണ്ടാക്കിയത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനെ തെറ്റിട്ടില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്, ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൈനാപ്പിൾ കറി ഞാൻ എങ്ങനെയാ വെക്കുന്നതെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതെല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത്താഴം കഴിക്കണേ, അപ്പൊ 11 മണിയാവും. അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പിന്നീടാ കേട്ടോ. കുഴച്ച് കഴിയും. ഗോപിയെ കണ്ടിട്ടില്ലാത്തവരല്ലേ കണ്ടത്. ഇതാണ് എന്റെ ഗോപിക. ഗോപിയെ കാണുന്നില്ലേ, ഒന്ന് കാണിക്കോന്ന് പറഞ്ഞ എല്ലാരും പറയുമായിരുന്നു. ഇതാണ് ഗോപിക. എല്ലാവർക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? കമന്റിലൊക്കെ വന്ന് ചോദിച്ചു ഗോപിക എന്ന് പറയുന്ന ആൾ ഈ ഗോപികയാണോ? അതെന്തോ അത് കാണി അത് മോനിക്കോട്ടം വരച്ചാണ്. അത് കൊള്ളാമല്ലോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇല്ലേ ആശു?
ഇടയ്ക്ക് നല്ല ഇതായിരുന്നു. ഇപ്പൊ പിന്നെ കുറഞ്ഞു തുടങ്ങി. എനിക്ക് മറ്റേ വൈറ്റമിൻ ഡി എനിക്ക് കുറവാണ്. അന്ന് ആ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒത്തിരി ആയി. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ വില കൂടുതലാണ്. അത് കാൽസ്യം വൈറ്റമിൻ ഡി കഴിക്കണം. അതാർക്കാ മേടിച്ചത്? ശരത്തിനാണോ വാങ്ങിച്ചത്? അങ്ങനോട് ചോദിച്ചു. നല്ല രസമാണ്, രണ്ടുപേർക്കും നല്ലപോലെ ചേരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഊരി കളയണേ. ഊരി കളഞ്ഞിട്ട് മറ്റേ മാർക്ക് വെക്കണേ. ഞാൻ പറയുമ്പോ ഇത് ഊരി കളയണേ. പോന്നില്ല ആശു, ഇന്നിവിടെ കിടക്കാം. ഓ, ഇന്നിവിടെ കിടക്കാം. ആ ഗോപിയാമ്മ അങ്ങ് പോട്ടെ. വേണ്ട. ആശു, ഗുഡ് നൈറ്റ്. ടാറ്റ. ചാടി മറിഞ്ഞതിന്റെ ക്ഷീണം വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. ആശുവിനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് ചാടി മറിഞ്ഞ് പെരണ്ടുരുണ്ട്. അതുകൊണ്ട് നമ്മുടെ അതിന്റെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചവളൊക്കെ ഗോപിയെ ചപ്പാത്തിക്കൊക്കെ പരത്തി തന്ന് സഹായിച്ചു കേട്ടോ. ഞാൻ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പൈനാപ്പിൾ കറിയും വെച്ചു, ചപ്പാത്തി ഉണ്ടാക്കി, ചോറും വാർത്തിട്ടു. അപ്പൊ ഇനി നമുക്ക് കഴിക്കാട്ടോ. മുട്ട വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു ഇന്ന്. അപ്പൊ അതിനകത്ത് ഒരെണ്ണം പതിവ് പോലെ പൊട്ടിയിരിപ്പുണ്ട്. അത് നമ്മള് വറക്കാൻ പോവാണ്. ഇത്രേ പൊട്ടിയിട്ടുള്ളൂ, മുട്ട മൊത്തത്തിലൊന്നും പൊട്ടിയില്ല കേട്ടോ. ഇതാണ് നമ്മൾ വറക്കുന്നത്. മുത്തിന് ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ രാവിലത്തെ ചിക്കൻ കറിയുടെ ചാറിരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് കറികളൊന്നും ഉണ്ടാക്കിയില്ല. വേണ്ടിരിക്കും. മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. അത് തിരിച്ചിട്ട് തരാം എന്ന് പറഞ്ഞപ്പം സമ്മതിച്ചില്ല. അവസാനം അതിങ്ങനായി. മോനുകുട്ടൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. മോനുകുട്ടനും ചപ്പാത്തിയാണിന്ന്. ചപ്പാത്തിയുടെ കൂടെ മുട്ട ചിക്കിയത്. കേട്ടോ നമ്മുടെ പൈനാപ്പിൾ കറി. കടുകൊക്കെ വറുത്തിട്ടു. നമുക്ക് ഇളക്കി ചേർത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം. മുട്ട ചിക്കിയത് ഇച്ചിരി എനിക്കും തന്നു കേട്ടോ. അതെടുത്തു. പിന്നെ നമ്മുടെ പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നേ, അതൊരെണ്ണം എടുത്തു. ഇന്നത്തെ അത്താഴം ഇതാണ്. പൈനാപ്പിൾ കറി, ചീമച്ചക്ക മെഴുക്കുവരട്ടി, മുട്ട ചിക്കിയത്, ഉപ്പിലിട്ട നെല്ലിക്ക. അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. സമയം കുറച്ചധികമായി, അതുകൊണ്ട് ഞാൻ ചോറിനാൻ പോവാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.